ഡിസംബറിലെ ഉത്സവ സീസണും ഡിമാൻഡും പ്രമാണിച്ച് കൂടിയ വിമാന നിരക്കുകൾ താഴേക്ക്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന റൂട്ടായ UAE, ഇന്ത്യ റൂട്ടുകളിലാണ് ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവ് വന്നിരിക്കുന്നത്. ഇക്കണോമി ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹമോ അതിൽ താഴെയോ ആയി ഈ റൂട്ടുകളിലെ പ്രവാസി യാത്രക്കാർക്ക് ആശ്വാസമായിരിക്കുകയാണ്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ പകുതി വരെ നീളുന്ന ഓഫ് പീക്ക് സീസണിൽ ഇത് സാധാരണമാണ്. എന്നാൽ ടയർ 2 നഗരങ്ങളിലേക്കുള്ള നിരക്ക് താരതമ്യേന കൂടുതലാണ്. ജയ്പൂർ, വാരണാസി, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹത്തിൽ കവിയുന്നു. അതേസമയം മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള നിരക്ക് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി ആദ്യവാരം വരെയുള്ള യാത്രകൾക്ക് 1000 ദിർഹത്തിൽ താഴെയായിരിക്കും. ഓഫ് സീസണിൽ ഡിമാൻഡ് കുറവാണെങ്കിലും ചെറിയ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് അവരുടെ യാത്രകൾക്കായി അധിക തുക നീക്കിവെക്കേണ്ടി വരുമെന്ന് അരൂഹ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് അബ്ബാസ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന വാരാന്ത്യത്തിൽ, അതായത് ജനുവരി 24 മുതൽ 28 വരെ തീയതികളിൽ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് അവസാന നിമിഷം പോലും 850 ദിർഹത്തിന് മുംബൈയിലേക്കും 1125 ദിർഹത്തിന് കൊച്ചിയിലേക്കും ടിക്കറ്റുകൾ ലഭിക്കുമെന്നാണ് റാഷിദ് അബ്ബാസ് പറയുന്നത്. ഡിസംബറിൽ ഈ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാ നിരക്ക് 2500 ദിർഹത്തിന് മുകളിലായിരുന്നു. അതിനാൽ തന്നെ നിരക്കിലെ ഈ ഇടിവ് പ്രവാസി യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളിലേക്കുള്ള ഏറ്റവും താങ്ങാനാവുന്ന ഇക്കോണമി നിരക്കുകൾ 1000 ദിർഹത്തിന് താഴെയാണെന്നാണ് ട്രാവൽ ഏജന്റുമാർ പറയുന്നത്. കുറഞ്ഞ നിരക്കുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഫെബ്രുവരി, മാർച്ച് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഉടനടി ബുക്ക് ചെയ്യുന്നതും നല്ലതാണ്. മുംബൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി അവസാനത്തിലും മാർച്ച് മാസത്തിലും 813 ദിർഹമായി കുറയുമെന്ന് റിച്ച്മണ്ട് ഗൾഫ് ട്രാവൽസിലെ സെയിൽസ് ഡയറക്ടർ മെഹർ സാബ്ലാനി പറയുന്നുണ്ട്. ഈ നിരക്കുകൾ ഏപ്രിൽ ആദ്യം വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ ഫ്ലൈറ്റ് ഫ്രീക്വൻസികൾ കാരണമാണ് ടയർ 2 നഗരങ്ങളിൽ നിരക്ക് കൂടുന്നത്. എയർ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ചെറിയ നഗരങ്ങളിലേക്കും ഫുൾ സർവീസ് എയർലൈനുകൾ സർവീസ് നടത്തുന്നില്ല. 2022 എയർലൈൻ സർവീസ് നിർത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ ബഡ്ജറ്റ് കാരിയറുകൾ മാത്രമാണ് ചെറിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കൊൽക്കത്ത, നാഗ്പൂർ, ജയ്പൂർ, ഗോവ എന്നിവയാണ് ഈ സമയത്ത് നിരക്ക് കൂടുതലാകുന്ന മറ്റ് നഗരങ്ങൾ. അതേസമയം തിരക്കേറിയ മിക്ക ദക്ഷിണേന്ത്യൻ ലക്ഷ്യ സ്ഥാനങ്ങളിലേക്കും നിരക്ക് 1000 ദിർഹത്തിന് മുകളിലാണ്. അതേസമയം 1500 ദിർഹത്തിൽ താഴെയുമാണ്. കൊച്ചി 1125 ദിർഹം, മംഗലാപുരം 1380 ദിർഹം, ചെന്നൈ 1086 ദിർഹം, ബംഗളൂരു 1158 ദിർഹം എന്നിങ്ങനെയാണ് നിരക്ക്. എന്നിരുന്നാലും ഈ നിരക്കുകൾ 2024 ഡിസംബറിലെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവുമാണ്.